ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗെയിം കളിക്കുന്ന വീഡിയോ ഒന്നും ആയിട്ടൊന്നുമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവമൊന്നും പറ്റിയേ അല്ല കേട്ടോ. ഞാനിത് വന്നിട്ടുള്ളത് ഗെയിമൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതെന്ന്. ചില ആൾക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ഗെയിം കളിക്കണം. അപ്പം ചില ആൾ ചോദിക്കും എന്താ ഗെയിം കാറ്റിക്കൂടുന്ന്. അപ്പോൾ നിങ്ങൾ പറയും എൻ്റെ ഫോൺ സ്റ്റോറേജ് കൂടും. അപ്പോൾ സ്റ്റോറേജ് ഗെയിമാണ്. ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ കിട്ടുന്ന ക്വിക്ക് ഡ്രോ എന്നാട്ടം പറയുന്നൊരു ഗെയിം. ക്വിക്ക് ഡ്രോ എന്ന് എന്തോരാണ്, ക്വിക്ക് ഡ്രോ എന്ന് തന്നെയാണ് തോന്നുന്നു. ഓക്കെ, ക്വിക്ക് ഡ്രോ എന്ന് പറയുന്ന ക്വിക്ക് ഡ്രോ എന്ന് നമ്മൾ അടിച്ച് നോക്കിയാൽ ക്വിക്ക് ഡ്രോ ഗെയിം കിട്ടും. അത് നമ്മൾ ഒരു ഗെയിം വെക്കണം. നമ്മളോട് അത് പറയും, നമ്മൾ വരക്കണ്ടേന്ന് അത് തന്നെ കാണിക്കും. അത് വരച്ചത് കുറേ നമ്മൾ അതിങ്ങനെ പറയുന്ന വരച്ചാൽ ആര് വരച്ചാലും ശരിയെന്നൊക്കെ കാണിക്കും. ഈ ഒരു ക്വിക്ക് ഡ്രോ ഗെയിം എന്ന് പറഞ്ഞാൽ പഠിക്കുക. അപ്പോൾ അതടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലിങ്ക് കിട്ടും. അത് കഴിയാൻ മതി. ഇത് നമുക്ക് കാട്ടേണ്ട ഗെയിമൊന്നുമില്ല. നമുക്ക് ഇത് ഞെക്കാത്ത തന്നെ കിട്ടുന്നു. വേറെ ഒരു ഗെയിമാണ്. സ്റ്റോറിന് അടിക്കുമ്പോൾ നെറ്റൊന്നും ഇല്ലാതെ കളിക്കാം. നെറ്റ് വേണ്ടേ? അത് വേണ്ടേ? ഗൂഗിളിൽ നെറ്റ് വേണ്ടേ? എനിക്കറിയില്ല. ഗൂഗിളിൽ നെറ്റ് വേണമെന്ന് തോന്നുന്നു, പക്ഷേ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇതേപോലത്തുള്ള ഗെയിമൊക്കെ കിട്ടുന്നു. ഫയർ ട്രക്ക് എന്ന് നമ്മൾ എനിക്കതറിയാം. നമ്മുടെ ഹെൽപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു വണ്ടിയാണ്. ഫയർഫ്ലോസിലൊക്കെ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതിതാ ലൊവാക്കി വരച്ച് ഇതൊക്കെ എന്നിട്ട് അതിന് കളറും കൊടുത്ത് അതിന് തോന്നുന്നത് ഇതാ. അപ്പോൾ അവർ എന്താണെന്നല്ല അതിന് ആണ് ഇതെന്തായിട്ടാണ് അവർക്ക് തോന്നുന്നത്. പക്ഷെ ഇതിൽ റബ്ബിങ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ സിങ്ക് വരയ്ക്കാൻ പറഞ്ഞു. അതും നമ്മൾ തെറ്റിച്ചൊരു ഇങ്ങനെ ഇട്ടു. എനിക്കറിയില്ല എന്നും ചില ആളിങ്ങനെ വരും. അവരത് പറ്റിയിട്ട് കുറേ ഐ സോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയും. ചിലതാണ് നമുക്കിപ്പോൾ ഒരു 20 മിനിറ്റിനിടയിലാണ് തോന്നുന്നു ഇത് കിട്ടുന്നത്. നമുക്ക് അവോക്കാഡോ ആണ് വരയ്ക്കാൻ വന്നിട്ടുള്ളത്. ഇപ്പം അതൊക്കെ എത്ര വലുതായിട്ടാണ് വരയ്ക്കാനൊന്നും അത് അറിയില്ല. അപ്പം അവോക്കാഡോ ഓക്കെ. റിമോട്ട് കൺട്രോൾ അത് തന്നെയാണോ എന്നൊന്നും എനിക്ക് വരയ്ക്കാൻ അറിയില്ല. നമുക്ക് നോക്കാം. നമുക്കിങ്ങനെ 9, 8, 7, 5, 4, 3, 2, 1, 0. അവർക്ക് നമ്മുടെ പരസ്യം മനസ്സിലായില്ല. കാക്ടസും നമ്മൾ തെറ്റിച്ച് വരച്ചു. മാർഗരല്ല വെറുതെ അവിടെ കുത്തി വരക്കും നമ്മൾ. നമുക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ ആരോടെങ്കിലും ഇതെന്താ വായിക്കണ്ടേ എന്ന് ചോദിച്ചാൽ നമുക്ക് പൈനാപ്പിൾ വരക്കാൻ കഴിയട്ടെ. ഇപ്പം നമ്മളത് ശരിയാക്കി വരച്ച് കരുതാണ്. തുടങ്ങുവാണ്. I see circle or baseball or basketball or watermelon. I see onion or basket or wheel. I see pizza. I have no clue what you're drawing. I see diamond. Oh, I know, it's pineapple. Okay, നമ്മൾ വരച്ചത് നമുക്കിപ്പോൾ തന്ന ഫയർ ട്രക്ക് തെറ്റാണ് അന്ന് ഈ പിക്ചേഴ്സിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. ഫയർ ട്രക്ക് തെറ്റിൻ്റെ ചിഹ്നം, സിങ്ക് തെറ്റിൻ്റെ ചിഹ്നം. പക്ഷേ അവോക്കാഡോ ആണ്. റിമോട്ട് കൺട്രോൾ അതും തെറ്റാണ്. പിന്നെ കാക്ടസ് എന്നിട്ട് പറഞ്ഞ് അത് തെറ്റാണ്. പിന്നെ പൈനാപ്പിൾ അതും ശരിയാണ്. അങ്ങനെ
6 സാധനങ്ങൾ നമുക്ക് വരയ്ക്കാനുള്ള ടൈമിൽ. അതിനുശേഷം നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വരയ്ക്കണമെങ്കിൽ ഇത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. മാപ്പാണ് വരയ്ക്കുന്നത്. ഇതേപോലെയുള്ള നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതാക്കാൻ വേണ്ടി പറ്റും. തെറ്റിച്ച് വരച്ചാൽ അതിനുള്ള മാർക്ക് തരില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും അപ്പം ഗൈസ് ഇതിൽ ഇറൈസറൊക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. ഞാൻ പൊട്ടെത്തിയായോ ഗൈസ് ഇതിനുണ്ടായിരുന്നു. ഗൈസ് ഇതിൽ ഇറൈസറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടി. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ചു. അപ്പോൾ നമുക്ക് മായ്ക്കണമെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ. പക്ഷേ നമുക്ക് ഈ മറ്റേ ഇത് ഒരെണ്ണം മാത്രം കുറച്ച് മാത്രം മായ്ക്കേണ്ടിയിരുന്നുള്ളെങ്കിൽ ഇതൊന്നും പറ്റില്ല. ഇത് ഫുള്ള് മായുന്നാണല്ലോ. അത് നമുക്കത് ഇങ്ങനെ ആക്കിയാൽ വീണ്ടും നമുക്ക് മറ്റൊരു ഇത് വരും. പെയിൻറ്റ് ബ്രഷ് നമുക്കൊന്ന് വരച്ച് നോക്കാം. എനിക്കറിയില്ല പറ്റുമോ. ഒരു മോപ്പ് പോലെ ഉണ്ടാവും ചിലപ്പോൾ. പെയിൻറ്റിങ് ബ്രഷ്. ഓക്കെ, പെയിൻറ്റിങ് ബ്രഷ്. പിസ്സ ഞാൻ എങ്ങനെ വരയ്ക്കും? I see circle or clock. I see compass. I see wheel or peace symbol or basketball. Oh, I know, it's pizza. Okay, hot air balloon. I see circle or balloon. Okay, ബലൂൺ അയച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഹോട്ട് എയർ ബലൂണാണ്. ചൂടുള്ള അയറുള്ള ബലൂണാണ്. അതെല്ലാം അവർ ഉദ്ദേശിച്ചത്. ഇത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ. നമ്മളൊരു പിക്ചറും കൂടി വരച്ചിട്ടുണ്ട്. തെറ്റാണോ? എനിക്കറിയില്ല. അബ്സർവ അതൊന്നും എനിക്കറിയില്ല. അപ്പം അറിയില്ലാത്തത് ഇങ്ങനെ നമ്മൾ ലവ് വരച്ചിട്ട് അത് അഥവാ അറിയില്ലെങ്കിൽ നമുക്ക് ക്യൂട്ട് കൊടുത്ത് വീണ്ടും ലെറ്റ്സ് ഡ്രോ കൊടുക്കാം. ചിലപ്പോൾ നമുക്ക് ഇതുവരെ വരച്ചതെല്ലാം അറിയണമെന്ന് കരുതുക. അപ്പം നമ്മളൊന്നും കൂടി ഇപ്പം ഇതാ ഒന്ന് തെറ്റായി വരച്ച് അപ്പം ഇതെല്ലാം നമ്മൾ തെറ്റായി വരച്ചു. ഇതൊക്കെ നമ്മൾ തെറ്റായി വരച്ചു. അപ്പം നമുക്ക് ഇത് ശരിയാവണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെ വരച്ചത് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. നമ്മളത് പോകും മറ്റേ അതിൽ പോയി നമുക്ക് ഇതുവരെ വരച്ചതൊക്കെ ശരിയാണോ എന്ന് അറിയണമെങ്കിൽ ഒന്നും കൂടി അതെന്തെങ്കിലും വരക്കുക. നമുക്ക് വരച്ചതൊന്നും കൂടി കാണണമെങ്കിൽ ഇപ്പം ഇത് നമുക്ക് വരച്ചതൊന്നും കൂടി കാണാൻ ഇതുണ്ട്. അപ്പോൾ നമുക്കിത് വേണ്ട. ഏറ്റവും ലാസ്റ്റത്തിൽ കാണുന്നില്ല. അപ്പം നമ്മൾ ഇത് കൊടുക്കുന്നു. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, വരച്ചതൊന്നും കൂടി കാണണമെങ്കിൽ ഒരിക്കലും നമ്മളെ പോകാൻ പറ്റില്ല. എന്തെങ്കിലും വരഞ്ഞിടുക. നമുക്കതൊന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തെങ്കിലും ഒന്ന് വരഞ്ഞിടുക. വരഞ്ഞിട്ടാൽ ആറാമത്തത് അപ്പോൾ ആറാവും. ഇതുവരെ വരച്ചത് ശരിയാണല്ലോ അതിലൂടെ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഇതാ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഇതാ എന്തെങ്കിലും വരച്ച് വെച്ചാൽ മതിയേ കൂടെങ്കിൽ. അപ്പം നമുക്ക് അത് ആറാമത്തെ ആയാലും മനസ്സിലാവും എന്തൊക്കെ പിക്ചറാണ് നമ്മൾ വരച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് താഴെ കമൻറ്റ് ചെയ്യുക. ഗെയിമിംഗ് വീഡിയോസ് വരയ്ക്കണമെന്ന് കമൻറ്റ് ചെയ്യുക.